IPL തന്നെ ഏറ്റവും പ്രായം കുറഞ്ഞ താരം, IPL സെഞ്ചുറി അടിക്കുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ താരം. ഇറ്റ്സ് നൺ അതർ ദാൻ വൈഭവ് സൂര്യവംശി. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് സഫായ് മാൻസിക് സൈഡിൽ ഒരു പൂരപ്പുറമ്പാക്കുന്ന ഇന്നിംഗ്സ് ആണ് ചെറുക്കൻ്റെ ബാറ്റിൽ നിന്ന് കാണാൻ സാധിച്ചു. ഓപ്പണിംഗ് സൈഡിൽ വൈഭവ് സൂര്യവംശിയും ജയ്സ്വാളും കൂടി അങ്ങ് തിളങ്ങുന്നു. ജയ്സ്വാളിന്റെ ക്യാച്ച് വിട്ട് കളഞ്ഞ ബട്ട്ലർക്ക് പിന്നീട് എന്താണ് നടന്നതെന്ന് പോലും മനസ്സിലാതെ ശരിക്കും അടിയാണ് കാണാൻ സാധിച്ചത്. 11 സിക്സുകളും 7 ഫോറുകളുമായിരുന്നു ഇന്ന് വൈഭവിന്റെ ബാറ്റിൽ നിന്ന് പറഞ്ഞത്. അടിച്ച സിക്സുകളൊക്കെ വേറെ കൊലത്തൂക്കം തന്നെ പറഞ്ഞു. അതിൽ സിറാജിട്ട് തൂക്കിയ 90 മീറ്റർ, അതിനിടയ്ക്ക് 93 മീറ്റർ, 94 മീറ്റർ എന്നിങ്ങനെ സിക്സുകൾ ഉണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ 94 നിൽക്കുമ്പോഴും അഗ്രസീവായിട്ട് തന്നെ കളിക്കാനുള്ള ആ ഒരു മൈൻഡ് സെറ്റ്, ശരിക്കും പറഞ്ഞാൽ ഒരു തുള്ളി പോലും പേടി നമുക്ക് പയ്യന്റെ ഇന്നിംഗ്സിൽ കാണാൻ സാധിക്കില്ല. 2 വിക്കറ്റ് നഷ്ടത്തിൽ 15.5 ഓവറിലാണ് രാജസ്ഥാൻ ഈ ഒരു സ്കോർ ചെയ്തത്. എന്തായാലും ഓപ്പണിംഗ് സൈഡിൽ രണ്ടുപേർക്കും മനസ്സിലായെന്ന് തോന്നുന്നു. ബാക്കി വെച്ച് കഴിഞ്ഞാൽ രാജസ്ഥാൻ ഇതെങ്ങനെയും കൂടെ തോൽപ്പിക്കുമെന്ന്. എന്തായാലും 209 റൺസ് നേടിയ ഗുജറാത്തിനെ സംബന്ധിച്ച് വലിയൊരു തിരിച്ചടി തന്നെയാണ് ഇന്ന് RRന്റെ സൈഡിൽ നിന്ന് ഉണ്ടായിട്ടുണ്ടായിരുന്നത്. മനോഹരമായിട്ടൊരു വിജയം തന്നെ RR സ്വന്തമാക്കുന്നു. എന്തായാലും അവസാന സമയത്തേക്ക് പൊക്കോണ്ടിരിക്കുന്ന സമയത്ത് രാജസ്ഥാന് ചാൻസുകളൊന്നുമില്ല എന്നറിയാം. പക്ഷേ അവസാനിപ്പിക്കുക എല്ലാവരുടെയും തായ്വേര് തോണ്ടിയിട്ടായിരിക്കുമെന്ന് രാജസ്ഥാൻ തെളിയിക്കുകയാണ്. അങ്ങനെ ഗുജറാത്തിന് ഒരു തോൽവി ഏറ്റുവാങ്ങേണ്ടി വരുന്നു. ആദ്യം ബാറ്റ് ചെയ്ത് ഗുജറാത്ത് 209 റൺസാണ് സ്കോർ ചെയ്തത്. 212 റൺസ് അവിടെ 15.5 ഓവറിൽ രാജസ്ഥാൻ ഫിനിഷ് ചെയ്യുകയാണ്. എനിക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പറഞ്ഞിട്ടും അല്ലെങ്കിൽ കണ്ടിട്ടും മതിയാവുന്നില്ലായിരുന്നു ചെറുക്കൻ്റെ ആ ഒരു ഇന്നിംഗ്സ്. 38 ബോളിൽ 101 റൺസ്, ഭയങ്കര അൺഎക്സ്പെക്ടഡ് ആയിട്ട് ഇന്നിംഗ്സ് ആയിരുന്നു. ഒരു ലോങ് ടൈം കിട്ടുമെന്ന് ഞാൻ വിചാരിച്ചില്ല. ഒരു 50 റൺസ് 60 റൺസ് വരെ പോകുമെന്ന് വിചാരിച്ചു. പക്ഷേ യാതൊരു രീതിയിലും പയ്യൻ സ്ലോ ആക്കുന്നില്ല ഇന്നിങ്സ്. അടി എന്നൊക്കെ പറഞ്ഞാൽ കൊല്ലയടി. അതിൽ കരീം ജനത്തിന് ഒന്നും ഓർമ്മയില്ല. 30 റൺസാണ് ആ ഒരു ഓവറിൽ പറഞ്ഞത്. എല്ലാവരുടെ എക്കോണമി മുകളിലാണ്. സിറാജിനൊക്കെ അവർ തൂക്കിയ, അതായത് സിറാജ് ഒരു ഇന്റർനാഷണൽ പ്ലെയർ ആണ്, വരുമ്പോൾ ഭയക്കുമെന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷേ യാതൊരു രീതിയിലും വകവെക്കുന്നില്ല. അടിക്കുക എന്നൊരു ഒറ്റ മൈൻഡ് സെറ്റ് മാത്രമായിട്ടാണ് ചെറുക്കൻ കളിക്കുന്നത്. കിളി പറത്തി കളഞ്ഞു ശരിക്കും പറഞ്ഞാൽ. ഈ ഒരു ഒറ്റ ഇന്നിങ്സിൽ ആരാധകരുടെ ഹൃദയത്തിൽ തന്നെ കയറാൻ സാധിച്ചിട്ടുണ്ട്. രാജസ്ഥാൻ ഈ ഒരു വിജയം കൊണ്ട് വലിയ ഗുണമൊന്നും ഉണ്ടാക്കിയിട്ടില്ലെങ്കിലും അവിടെ ഗുജറാത്തിനുണ്ട് നല്ല പണി കൊടുക്കാൻ രാജസ്ഥാനെ കൊണ്ട് സാധിച്ചിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് അറിയപ്പെടുത്തുക. ശരിക്കും എൻ്റെ കിളി പോയി. ബൈ ബൈ ഗൈസ്.